ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സബ്ലൂസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ കാട ഫ്രൈയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കാട പൊരിച്ചത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ പരിചയപ്പെടുത്താം. എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാട ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് മസാല കൂട്ടി വെക്കാം. ഇതിക്ക് വേണ്ട മസാലകൾ: ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പ്, മല്ലിച്ചപ്പ്, ഉപ്പ്, വലിയ ജീരകം എന്നിവ പേസ്റ്റാക്കി അരച്ചെടുത്തതാണിത്, ഉപ്പും ചേർത്ത്. ഇത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി. നമുക്കിതിനെ കൂട്ടി വെക്കാം. മസാല തേച്ച് 1 മണിക്കൂർ വെക്കാം. കാട ഫ്രൈ ചെയ്യാനുള്ളതിൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് കാടയിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് ഞാൻ കൂട്ടിയപ്പോൾ ഒത്തിരി തൈരും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരോ അങ്ങനെ പുളിയുള്ള എന്തെങ്കിലും ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരു കാട പകുതി മുറിച്ചതാണ്. ഇതിനെങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക. കട്ടിയുള്ള ഭാഗത്തൊന്ന് മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിനെങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ എല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ നമുക്കിങ്ങനെ അതിനെ പിടിക്കാൻ വേണ്ടി വെക്കാം. ഇങ്ങനെ നമ്മുടെ കാട എല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ 1 മണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഫ്രൈ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചും പൊരിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ മസാല കൂട്ടി വെച്ച കാട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്രൈ ഇവിടെ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് എല്ലാം തിരിച്ചിട്ട് മൊരിയിച്ചെടുക്കാം. നമ്മുടെ കാട ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കാണും, അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.